നമസ്കാരം. വൈ യു ലൂസ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ യു ഗെറ്റ് അറ്റൻഷൻ. ശരിക്കും നീ പ്രണയിക്കുന്നതാണോ അതോ അറ്റൻഷൻ പിടിച്ചു വാങ്ങാൻ വേണ്ടി പ്രണയം നടിക്കുന്നതാണോ? നീ ചില ആളുകളുടെ പുറകെ നടന്ന് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കും. എന്താണ് സംഭവിക്കുന്നത്? നീ നന്നായി അതിനുവേണ്ടി പരിശ്രമിക്കും. ആദ്യം അവരൊക്കെ നിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ല. എന്നാലും നീ ആ ഇഷ്ടമുള്ളവരെ തെരഞ്ഞു പിടിച്ച് പുറകെ നടന്ന് ആ ഇഷ്ടം സമ്പാദിക്കും. പക്ഷെ അവർ നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ, അവർ നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ ക്രമേണ നിനക്ക് ബോറായി തുടങ്ങും. സ്വപ്നക്കൂടിലെ കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നുണ്ട്, എൻ്റെ ത്രില്ല് പോയി അല്ലേ? നിനക്ക് ത്രില്ല് പോയി, പക്ഷെ മറുവശത്തോ തകർച്ചയായിരിക്കും. എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്? നിനക്ക് അറ്റൻഷൻ സീക്കിംഗ് ആണ്. നിനക്ക് ആരുടെയിലുമൊക്കെ ശ്രദ്ധ കിട്ടണം, നിന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കണം. അതിന് നിന്റെ മനസ്സ് കണ്ടെത്തുന്ന ഒരു ഉപായമാണ് പ്രേമം നടിക്കുക, അല്ലെ പ്രേമിക്കുക. നിനക്ക് ഒരാളെ ഇഷ്ടമായി കഴിഞ്ഞാൽ നീ അവരുടെ പുറകെ നടക്കും. നീ പുറകെ നടന്ന് അവരെ പിടിച്ച് നിന്റെ സ്വന്തമാക്കാൻ, അവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി എന്തും ചെയ്യും. നീ അവരെ ചേസ് ചെയ്യും. അപ്പോൾ നിന്റെ ബ്രെയിൻ ഡോപ്പാമിൻ റിലീസ് ചെയ്യും. ഡോപ്പാമിൻ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിനക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും, ഭയങ്കര ഇഷ്ടമാണ്, അവരോടങ്ങ് സ്നേഹം കൂടും. സ്നേഹം കൂടി കൂടി അവസാനം അവർ നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നിനക്ക് അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞു. പതുക്കെ പതുക്കെ നിനക്ക് ബോറായി തുടങ്ങും. അപ്പോൾ നീ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ മറുവശത്തുള്ള ആളൊരു പാവം പിടിച്ച, ആരെയും ഇഷ്ടപ്പെടാതെ നടന്ന ഒരു സാധാരണക്കാരനായ ഒരു യുവാവായിക്കോട്ടെ, യുവതി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഞാനിത് രണ്ടുപേർക്കും കോമൺ ആയിട്ടാണ് പറയുന്നത്. ആ മറുവശത്തുള്ള ആൾ അനുഭവിക്കുന്ന തകർച്ച എന്തായിരിക്കും? അല്ലാത്ത തകർച്ചയായിരിക്കും. അപ്പം ശ്രദ്ധ പിടിച്ചു പറ്റാൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അറിഞ്ഞോ അറിയാതെ ഒരു ജീവിതം തകർക്കുകയാണ്. പിന്നീട് അത് ശീലമായി മാറ്റുകയാണ്. എന്താണ് നേടുന്നത് ഇതുകൊണ്ട്? ജീവിതത്തിൽ എന്തെങ്കിലും നേടുന്നുണ്ടോ? അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യം തീരുമാനിക്കുക, ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിനോട് ചോദിക്കുക, അയാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ ഞാനിത് ചെയ്യുന്നത്, അതോ എൻ്റെ റിയൽ ലവ് ആണോ? ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് മറ്റൊരാളുടെ ജീവിതം തകർക്കൽ. അവർക്ക് പിന്നെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. അവർ വളരെയധികം ഡിപ്രഷനിലേക്ക് പോകും. അവരുടെ ജീവിതം ഒരു വല്ലാത്ത തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. ആര് കാരണം? നമ്മൾ കാരണം. നമുക്ക് ശ്രദ്ധ പിടിച്ചു കയറ്റാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന സ്നേഹം കാരണം. അതുകൊണ്ട് ഇന്നു മുതൽ വീണ്ടും ഒരാളുമായി ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് പല പ്രാവശ്യം ആലോചിക്കുക, ഇത് ശരിക്കും നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ടോ? അതോ കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറാവുന്നു എങ്കിൽ ദയവ് ചെയ്ത് അവരെ അവരുടെ വഴിക്ക് വിടുക. അറ്റൻഷൻ കിട്ടാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതിനൊരാളെ പ്രണയം നടിച്ച് സ്വന്തമാക്കിയിട്ട് ത്രില്ല് കളയണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. ചെയ്യില്ല എന്നെനിക്കറിയാം. പരിചയമുള്ള ആരും ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് നാശമാകാനോ മറ്റൊരാളുടെ തകർച്ചയ്ക്ക് കാരണമാവാനോ സാധിക്കരുത്. അങ്ങനെ ആകരുത്. നിങ്ങളങ്ങനെ ആകില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.